ഗ്രഹണി ആസ്മയൊക്കെ ഉള്ള പിള്ളേര് പതിവായിരിക്കുന്നതിലും 10 അടി തള്ളിയിരുന്നോണം പൊട്ടിപ്പാറുന്ന അടിയാ നടക്കാൻ പോകുന്നത്. ഞാൻ റഹീം പറഞ്ഞ ഒരു ചോദ്യത്തിനും ഉത്തരം പറയാതെ പോയിട്ടില്ലല്ലോ. ചേട്ടാ ഇവനോടൊക്കെ കാര്യം ബോധിപ്പിക്കേണ്ട അവസ്ഥയാണ് എനിക്കിപ്പോ. ആ ചോദ്യം ചോദിക്കുന്നതിന് മുമ്പ് റഹീം കുറെ പരമ്പര പോലെ എന്നെ ആക്ഷേപിച്ചില്ലേ? എനിക്ക് അത്രയ്ക്ക് ദേഷ്യം വന്നു. എനിക്കൊരു ചുരുങ്ങിയ സെക്കൻഡ് ഉണ്ടെങ്കിൽ എനിക്ക് അതിന് മറുപടി പറയണ്ടല്ലോ. തുടക്കത്തിൽ ഉടക്കാനാണ് ഭാവമെങ്കിൽ തന്റെ ക്ലോസറ്റ് കിടന്ന ബ്രഷ് പോലെ തലയുണ്ടല്ലോ പോളിച്ചടിക്ക് പെട്ടിലേക്ക് കഴിഞ്ഞു. ആ മറുപടി പറയാനുള്ള ബാധ്യത എനിക്കില്ലേ? ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ, ഒരു കാര്യത്തിന് ഞാൻ മറുപടി പറയാതെ പോവില്ല. ഒരുമാതിരി അലവലായിത്തരം കാണിക്കുന്നത് സൂക്ഷിച്ചു വേണം. ചെറിയൊരു സംശയം, ആകാശ് തില്ലങ്കേരിക്ക് ആരാ എപ്പോഴും സംരക്ഷണം കൊടുക്കുന്നത്? കുഞ്ഞനന്തൻ മഹാനായ വ്യക്തിത്വമാണെന്ന് ഇപ്പോഴും ആരാ പറഞ്ഞത്? കാരായി രാജനും കാരായി ചന്ദ്രശേഖരനും ഇത്രയും അധികം ഓൺ ചെയ്തത് ആരാ? വല്ലാത്ത തലവേദന, ഞാനൊന്ന് കിടക്കട്ടെ. കൊടിസുനിക്ക് ജയിലിൽ ഫോൺ ഉപയോഗിക്കാനുള്ള പെർമിഷൻ കൊടുത്തത് ആരാ? എന്താ ഉറക്കം വരുന്നു. കൊടിസുനിക്ക് ഇഷ്ടം പോലെ പരോൾ അനുവദിച്ചത് ആരാ? എന്നെ നാറ്റിക്കരുത്. നാറ്റിക്കില്ല ആകെ നാറിയിരിക്കില്ല. പിന്നെന്തോ പരോളിലിറങ്ങിയ മുഹമ്മദ് ഷാഫിക്ക് കല്യാണം കഴിക്കാൻ അവസരം ഒരുക്കി കൊടുക്കുമ്പോ ആ കല്യാണത്തിൽ MLA പങ്കെടുത്തിട്ട് അതിനെ വിജയിപ്പിക്കാൻ 2000 ആളുകളുടെ കൂട്ടത്തിൽ അവിടെ ഷംസീറിനെ പോലെ MLA പങ്കെടുപ്പിച്ചിട്ട് അവർക്ക് പിന്തുണ കൊടുത്തത് ആരാ? അവമാനിക്കരുത്, ഞാൻ നല്ലൊരു കുടുംബത്തിൽ പറഞ്ഞവനാണ്. നിർമ്മാണി മനോജനും പുറത്തിറങ്ങിയിട്ട് കല്യാണം കഴിക്കുമ്പോൾ അതിനുള്ള അവസരം ഒരുക്കി കൊടുക്കാൻ പിന്തുണ കൊടുത്തത് ആരാ? എല്ലാം കയ്യിന്ന് പോവാ. ഈ ഇരിപ്പിൽ അങ്ങോട്ട് സമാധിയായാൽ മതിയായിരുന്നു. അത് കൊള്ളാം. ഈ പറയുന്ന ആര്? ഈ റഹീം ഇങ്ങനെ അക്ഷമ കാണിക്കണ്ട. ആരും വില തരില്ല. ഈ ചാരുകസേര പോലും എന്നോട് എന്റെ മേത്തുനിന്ന് ഇറങ്ങി പോടാപ്പുല്ലെന്ന് പറയും പോലെ. റഹീം പറയുന്നത് മുഴുവൻ കേട്ടിരിക്കണമെന്ന് റഹീമിന്റെ കുറെ നേരമല്ല നീ കിടന്ന് കുറയ്ക്കാൻ തുടങ്ങിയിട്ട്. ഞാൻ വേണ്ട വേണ്ട നിന്റെ തല കയറാൻ പോണോ? നിർബന്ധവും ബാക്കിയുള്ളവർ പറയുമ്പോ റഹീം കയറി ഇടപെട്ടാൽ നിന്റെയൊക്കെ ശബ്ദം പൊങ്ങിയാൽ രോമത്തിന് കൊള്ളുകയല്ലേ. പിന്നെ റഹീമിന്റെ താളത്തിനനുസരിച്ച് ബാക്കിയുള്ളവർക്ക് ചർച്ചയിൽ പങ്കെടുക്കാൻ കഴിയുള്ളൂ എന്ന് പറഞ്ഞാൽ അതൊന്നും അനുവദിക്കാൻ കഴിയില്ല. റഹീമെ, എന്താടാ ആക്ഷൻ ഡയലോഗ് ഒക്കെ ഞാൻ ചെയ്യും, നിങ്ങൾ കണ്ടാ മതി. മനസ്സിലായില്ലേ? സംശയങ്ങൾക്ക് അതീതമായി ഈ പ്രതികൾ കുറ്റക്കാരാണ് അല്ലെങ്കിൽ നീ ആരടാ എന്നോട് എതിർക്കാൻ? ഇങ്ങോട്ട് ഇറങ്ങി വാടാ. ഒന്ന് പോവാടാ പോയി തരത്തി പോയി കളിക്കടാ. ഈ കുറ്റക്കാരിൽ ഏതെങ്കിലും ഒരു കോൺഗ്രസ് പ്രവർത്തകൻ ഉണ്ടെങ്കിൽ ഇയാൾക്ക് എന്താണ് വയ്യേ? കൊമ്പനാടാ ഞാൻ എങ്ങനെ റഹീമെ തള്ളി പറഞ്ഞിരിക്കും. റഹീമിന് പറയാൻ കഴിയും, അതുപോലെ റഹീമിന് പറയാൻ കഴിയും. പോയേ കയ്യിന്ന് പോയേ പിന്നെയും പോയേ. താങ്ക്സ്. മറുപടി ഞാൻ പറയുന്നതിനകത്ത് റഹീമിന് എന്തെങ്കിലും അസ്വസ്ഥതയുണ്ടോ? റഹീമിന് എന്തെങ്കിലും അസ്വസ്ഥതയുണ്ടോ? എന്നെ ചോര കുടിക്കുന്ന ഡ്രാക്കുളാന്ന് വളരെ ആസ്വദിച്ച ഡിസ്റ്റർബൻസ് ഒന്നും ഇല്ലാണ്ട് പറഞ്ഞപ്പോ തിരിച്ചു പറയാൻ മറുപടി ഇല്ലാന്ന് വിചാരിച്ചോ? നാട്ടുകാരോട് അങ്ങനെയൊക്കെ വിളിച്ചു പറയാം. ഉജ്ജ്വലിനെ പോലെ ഒരു വിവരദോഷിയല്ല ഞാൻ. ആ തിരിച്ചു മറുപടി പറയുമ്പോ അതും കേട്ടോണ്ടിരിക്കണം, അതിനും ഇച്ചിരി ക്ഷമ കാണിക്കണം. ഇപ്പൊ മനസ്സിലായില്ലേ എനിക്ക് അല്പം തൊലിക്കട്ടി കൂടുതലാണെന്ന്, നാണവും മാനവും ഇത്തിരി കുറവാണെന്ന്.